UDF സർക്കാരിന്റെ മുഖംമൂടി ഒടുവിൽ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുകയാണ്. ആർക്കാണോ ഇവർ പാദസേവ ചെയ്യുന്നത്, ആരുടെ അജണ്ടകളാണോ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കുന്നത്, അത് കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ സംഘപരിവാറിന് മുന്നിൽ പൂർണ്ണമായി മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുകയാണ് ഈ UDF സർക്കാർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വിയർക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരും. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പറഞ്ഞു നടന്നത്? LDFന് BJPയുമായി ഡീലുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ആരാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ വീട് പണി ചെയ്യുന്നത് എന്ന് കേരളം കാണുന്നുണ്ട്. ജനങ്ങളെ മതപരമായും വർഗീയമായും വിഭജിക്കാൻ കേന്ദ്രത്തിലെ മോദി സർക്കാർ കൊണ്ടുവന്ന കരി നിയമമാണ് വഖഫ് നിയമ ഭേദഗതി. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റി ബോർഡിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ അജണ്ട മുൻപ് LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഈ ഭേദഗതിയെ നെഞ്ചുവിരിച്ച് നേരിട്ടു. കേരളത്തിൽ ഇത് നടപ്പാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹൈക്കോടതിയിൽ പോയി ഒരു ഹർജി നൽകുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. BJPയുടെ ഈ ആവശ്യത്തെ കോടതിയിൽ സർവാത്മന പിന്തുണയ്ക്കുകയാണ് നമ്മുടെ UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും ചെയ്തത്. കേന്ദ്ര നിയമം അനുസരിച്ച് 2 അമുസ്ലിങ്ങളെ ബോർഡിൽ എടുത്തേ പറ്റൂ എന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാണിക്കുന്ന അതേ വാശിയാണ് ഇവിടെ VD സതീശന്റെ സർക്കാരും കാണിക്കുന്നത്. ലീഗ് മന്ത്രി വഖഫ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുത്തു. ലീഗ് നോമിനിയായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ PM സനീറാണ് കോടതിയിൽ BJPക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയത്. എങ്ങനെയുണ്ട് ലീഗിന്റെ ഒരു അടവ്? ഡൽഹിയിൽ പോയി നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകും. കേരളത്തിൽ വരുമ്പോൾ BJPയുടെ ആവശ്യത്തിന് ഒപ്പിട്ടും കൊടുക്കും. എന്തൊരു ഇരട്ടത്താപ്പാണിത്! മുൻപ് നിയമസഭയിൽ ഇതേ നിയമ ഭേദഗതിക്കെതിരെ LDF പ്രമേയം കൊണ്ടുവന്നപ്പോൾ കൈയടിച്ച് പിന്തുണച്ചവരാണ് കോൺഗ്രസും ലീഗും. ലോക്സഭയിൽ ഇതിനെതിരെ പ്രസംഗിച്ച കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ വാക്കുകൾക്ക് സ്വന്തം മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ പുല്ലുവിലയാണ് നൽകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ UDF സർക്കാർ ഇപ്പോൾ ആ ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും ഒന്നടങ്കം വഞ്ചിച്ചിരിക്കുകയാണ്. സംഘപരിവാറിന്റെ പാദസേവകരായി മാറിയ ഈ സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ ഈ ശക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ UDFന് ഇനി എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും? അപ്പോഴും സതീശൻ കൈമലർത്തൽ തുടരും.